പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ബഡ്ഡിംഗ് എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോമിനന്റ് ബഡിനെ ഒരു സ്റ്റോക്കിൽ കെട്ടി യോജിപ്പിക്കുന്നതിന്റെ പേരാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഒരു ബഡ് എടുത്തുകൊണ്ട് ഒരു സ്റ്റോക്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു മനോഹരമായിട്ടുള്ള ചെടി ഉണ്ടാവുകയും ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ബഡ്ഡിംഗ്. അങ്ങനെയുള്ള ബഡ്ഡിംഗ് ഏതൊക്കെ തരത്തിലുണ്ട് നോക്കൂ നിങ്ങൾ. ഇവിടെ ടീ ബഡ്ഡിംഗ് ഉണ്ട്, പാച്ച് ബഡ്ഡിംഗ് ഉണ്ട്, ചിപ്പ് ബഡ്ഡിംഗ് ഉണ്ട്, ഫ്ലാപ്പ് ബഡ്ഡിംഗ് ഉണ്ട്, റിംഗ് ബഡ്ഡിംഗ് ഉണ്ട്, ആൻഡ് ഫ്ലൂട്ട് ബഡ്ഡിംഗ് ഉണ്ട്. ഇത്രയും ബഡ്ഡിങ്ങുകളുണ്ട്. അപ്പൊ എന്താണ് ബഡ്ഡിംഗ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബഡ് എടുത്തിട്ട് ഒരു സ്റ്റോക്കിൽ ചെയ്യുന്നു. പക്ഷെ അത് വൈവിധ്യമാർന്ന രീതിയിൽ ചെയ്യുമ്പോൾ അതിന്റെ പേരുകളൊക്കെ മാറുകയാണ്. ഇപ്പൊ ടീ ആകൃതിയിൽ ചെയ്യുമ്പോൾ അതിനെ ടീ ബഡ്ഡിംഗ് എന്ന് പറയുന്നു. അതിന്റെ പാച്ച് എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അതിനെ പാച്ച് ബഡ്ഡിംഗ് എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡിലൂടെ നമുക്ക് വൈവിധ്യമാർന്ന പേരുകൾ കാണാൻ കഴിയും. എന്തൊക്കെയാണ് അത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ നിങ്ങൾ, കോമൺ ആയിട്ടുള്ള ബഡ്ഡിംഗ് ടെക്നിക്സുകൾ പറഞ്ഞുകൂടാ. അതിൽ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ഒരു ബഡ്ഡിംഗ് ടെക്നിക്കാണ് ടീ ബഡ്ഡിംഗ്. നോക്കൂ, ഇവിടെ ടീ ആകൃതിയിൽ വെച്ചിട്ട് അതിന്റെ ഈ തൊലി പൊളിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് ടീ ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. നോക്കൂ, ടീ ബഡ്ഡിംഗ് is the most common method for propagating fruit trees. A T-shaped cut is made in the stalk. Bud taken from the bud sticks or bud wood are inserted under the bark of small seedling stalk plants a few inches above ground level. ക്ലിയർ ആയല്ലോ? വളരെ ക്ലിയർ ആയിട്ട് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു പാച്ച് ഉണ്ടാക്കി അതിനെ ടീ ആകൃതിയിൽ ഉണ്ടാക്കി അത് പൊളിച്ചു മാറ്റി അവിടെ ബഡ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ that method is called tea budding. The bud are inserted and tied in place. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ വെച്ചുകൊണ്ട് അത് നമ്മൾ ടൈ ചെയ്യുന്നു. After growth starts, the tops of the seedling root stalk are cut off. അതിനുശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ അതിനെ കട്ട് ഓഫ് ചെയ്തിട്ട് മാറ്റപ്പെടുന്നു. ടീ ബഡ്ഡിംഗ് ഈസ് യൂഷ്വലി ഡൺ ഇൻ ദ ലേറ്റ് സമ്മർ. ടീ ബഡ്ഡിംഗ് സാധാരണ ചെയ്യുന്നത് ഒരു ലേറ്റ് സമ്മർ സീസണിലാണ് ഇത് സാധാരണ ചെയ്യുക. ലേറ്റ് സമ്മർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഏകദേശം ഒരു ഏപ്രിൽ മെയ് സമയത്താണ്. ഇപ്പോൾ നമ്മൾ ഫാമിൽ പോയ സമയത്തൊക്കെ കണ്ടിരുന്നു ബഡ്ഡിംഗ് നടക്കുന്ന പ്രക്രിയ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നൗ നെക്സ്റ്റ്, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എങ്ങനെ ഈ പ്രോസസ് നടക്കുന്നത് കാണാൻ കഴിയും. നോക്കൂ, നിങ്ങൾ ഇവിടെ ടീ ബഡ്ഡിംഗ് ചെയ്യുന്നത് മെത്തേഡ് നിങ്ങൾ നോക്കിക്കോളൂ. Vegetative propagation in which a bud is inserted into T-shaped incision made in the root stock. വളരെ ക്ലിയർ ആയിട്ട് ഒരു മുറിവുണ്ടാക്കുകയാണ്. ടീ ആകൃതിയിൽ ഒരു മുറിവുണ്ടാക്കിയിട്ട് ആ മുറിവുള്ള സ്ഥലത്തോട്ട് ഈ ബഡ് പ്ലേസ് ചെയ്യാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ടീ ബഡ്ഡിംഗ്. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, ഒരു ഇൻസിഷൻ ഉണ്ടാക്കി, ഒരു മുറിവുണ്ടാക്കി അതിലോട്ട് ടീ ആകൃതിയിലുള്ള ആ ഒരു ഇൻസിഷൻ, ആ മുറിവിലേക്ക് നമ്മൾ ബഡ് എടുത്ത് വെക്കുന്നു. അതിനുശേഷം ആ ബഡ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ റാപ്പ് ചെയ്യുന്നു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട്. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞാൽ, 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സീഡ്ലിംഗ് പോലെ അല്ലെങ്കിൽ ഒരു പുതിയ മുകുളം അവിടെ ഉണ്ടാവുകയും അത് പുതിയൊരു ചെടിയെ ഒരു ബ്രാഞ്ചായി മാറുകയും ചെയ്യുന്നു. We can say that scion appear as a shield, so that this method is known as shield budding. അതുകൊണ്ട് തന്നെ ഇതൊരു ഷീൽഡ് പോലെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ഷീൽഡ് ബഡ്ഡിംഗ് എന്ന് പറയാറുണ്ട്. ഓറഞ്ച്, റോസ്, പ്ലംസ്, പീച്ചസ് ഇതെല്ലാം സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ബഡ് ചെയ്യുന്ന മെത്തേഡുകളാണ്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് ടീ ബഡ്ഡിങ്ങിന്റെ ഡെഫിനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. This is the most commonly used budding techniques. When the bark is slipping, make a vertical cut, access as the root stalk through the bark of the root stalk while avoiding any bud on the stalk. Make a horizontal cut at the top of the vertical cut and loosen the bark by twisting the knife at the intersection. Remove a shield-shaped piece of the scion, including a bud, some bark and a thin section of wood. Push the shield under the loosened stalk bark and wrap the union, leaving the bud exposed. So this is actual method that is actually taking place in the tea budding. Now the next one is called flap budding. ഒന്നുമില്ല, ഒരു ഫ്ലാപ്പ് അതിൽ നിന്ന് സ്റ്റോക്കിൽ നിന്ന് മാറ്റിയിട്ട് അവിടേക്ക് ബഡ് ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഫ്ലാപ്പ് ബഡ്ഡിംഗ്. നോക്കാം നമുക്ക് എന്താണ്. Bud grafting, in which a bud is inserted into the flap of the bark lifted from a root stalk. Also called a forked budding, since the bark of the rootstock is gently lifted for inserting the
സിയോൺ ബഡ്. വളരെ ക്ലിയർ ആയിട്ട് സിയോൺ ബഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫ്ലാപ്പ് ഉണ്ടാക്കുന്നു. ആ ഫ്ലാപ്പിലേക്ക് നമ്മൾ ബഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഫ്ലാപ്പ് ബഡിങ് എന്ന് പറയുന്നത്. The next one is called patch budding. It is somewhat similar to that of flap budding. Method of bud grafting in which a patch of bark with a bud is inserted into a similar detached rootstock. Citrus, mango, rubber, anona, walnut, etc. are budding this pattern. ഇങ്ങനെ ഒരു നമുക്കറിയാം ഒരു പാച്ച് ഉണ്ടാക്കി ഒരു പാച്ച് ഉണ്ടാക്കുന്നു. ആ പാച്ചിലോട്ട് നമ്മൾ ബഡ് ഇൻസേർട്ട് ചെയ്യാണ്. ദിസ് ഈസ് ആക്ച്വലി ദ മെത്തഡ്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് നമ്മുടെ സ്റ്റോക്ക് ആണ്. ഇത് സിയോൺ എടുക്കുന്ന തണ്ടാണ്. അവിടെ ഒരു പാച്ച് ഉണ്ടാക്കിയിട്ട് ആ പാച്ചിലോട്ട് ബഡ് വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ദ മെത്തേഡ്. സോ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ആ മെത്തേഡ് നിങ്ങൾക്ക് കണ്ടന്റ് നിങ്ങൾ സ്വന്തം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ കാണാൻ പറ്റും. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് പാച്ച് ബഡിങ്. സോ എന്താണ് പാച്ച് ബഡിങ്? വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്ലാന്റ് വിത്ത് എ തിക്ക് ബാർക്ക് ഷുഡ് ബി പാച്ച്ഡ് ബഡ്. This is done while the plants are actively growing so their bark slips easily. Remove a rectangular piece of bark from the root stock. ആ രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇവിടെ ഡെഫിനിഷൻ എക്സാമിനേഷൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. You can see. The next one is called chip budding. ചിപ്പാണ്. നമുക്കറിയാം ചിപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ചിപ്സ് എന്ന് പറയുന്ന ഒരു പീസ് എടുക്കലാണ്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഒരു പീസ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അങ്ങോട്ട് ഒരു ബഡ് ഇൻസേർട്ട് ചെയ്യാണ്. The method of bud grafting in which bud along with a piece of wood is inserted in a root stock. സാധാരണ ഗ്രേപ്സിലൊക്കെ ആണ് ഇത്തരത്തിലുള്ള മെത്തേഡ് കാണുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ പിക്ചറിൽ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു പീസ് എടുത്ത് ഇതാണ് സ്റ്റോക്ക്, അവിടെ നിന്ന് പീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് വളരെ നന്നായിട്ട് ഇത് റാപ്പ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ യു ക്യാൻ ക്ലിയർലി സീ the new branches with beautiful leaves. So this is a detailed explanation of chip budding. You can see the definition. This is a budding method can be used when the bark is not slipping. Slice downward into the rootstock at a 45-degree angle through a 1/4 of the wood. Okay, പറഞ്ഞ പ്രകാരം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഒരു മെത്തേഡ് വഴി ഇത് ചിപ്പ് ചെയ്തെടുക്കുന്നു. Then next one is called ring budding. ഒന്നുമില്ല, നമ്മൾ റിംഗ് ആകൃതിയിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യു ക്യാൻ സീ ഒരു റിംഗ് പോലെയുള്ള ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബഡ് ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ring budding. Bud grafting in which a bud along with a ring of bark from bud wood is inserted into the root stock. ആ സ്റ്റോക്കിലോട്ട് നമ്മൾ ഒരു റിംഗ് ആകൃതിയിൽ ഒരു പെർട്ടിക്കുലർ ബഡ് ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് റിംഗ് ബഡിങ് എന്ന് പറയുന്നത്. റിംഗ് ബഡിങ് ഓട്ടോമാറ്റിക്കലി ഇത് പ്ലാന്റ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ പെർട്ടിക്കുലർ പ്ലാന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ബഡുമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പറയേണ്ടത് ഗ്രാഫ്റ്റിംഗ് ആണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ബഡ് മെത്തേഡ് പറഞ്ഞു. റിംഗ് ബഡിങ്, ചിപ്പ് ബഡിങ്, then patch budding, then flap budding, then tea budding. So these are some of the most important budding method. ഇതിൽ ഫ്ലൂട്ട് ബഡിങ് എന്ന് പറയുന്നത് it is not at all common, so we have to discuss. എക്സാമിന് ചിലപ്പോൾ ചോദിക്കുക റൈറ്റ് ആൻ അക്കൗണ്ട് ഓൺ ബഡിങ് ആയിരിക്കും. വളരെ ക്ലിയർ ആയിട്ട് നമ്മളിവിടെ ബഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്നത് ടീ ബഡിങ് ആണ്. അതിനേക്കാളും സിമ്പിൾ ആയിട്ടാണ് ബാക്കി എല്ലാം പറഞ്ഞിരിക്കുന്നത്. എല്ലാം സെയിം മെത്തേഡാണ്. ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആ പറയുന്ന ഷേപ്പിലുള്ള ഡിഫറൻസ് മാത്രമാണ്. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് മാത്രമേ നമ്മളിവിടെ ഡിഫറെന്റ് ആയിട്ട് പറയുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കോമൺ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബഡുമായിട്ടുള്ളത്. എന്താണ് ബഡിങ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബഡിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ഡിസ്കസ് ദ ഗ്രാഫ്റ്റിംഗ്.